ചരിത്ര നേട്ടം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും അധികം കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയായി ചരിത്രം സൃഷ്ടിച്ച് നരേന്ദ്രമോദി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡാണ് മോദി മറികടന്നത്. 2014 മെയ് 26-നാണ് ആദ്യവട്ടം പ്രധാനമന്ത്രിയായി മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 3 ടേമുകളിലായി ഇന്ന് 4399 ദിനങ്ങൾ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം പൂർത്തിയാക്കി. മോദി അധികാരത്തിലേറുമ്പോൾ $2 ട്രില്യൺ ആയിരുന്ന ഇന്ത്യയുടെ GDP $4 ട്രില്യൺ ഇക്കാലയളവിൽ ഇരട്ടിച്ചു. ധനകാര്യ മേഖലയിൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവന്നു. പ്രതിരോധ മേഖലയിൽ കയറ്റുമതി ശക്തിയായി ഇന്ത്യ വളർന്നതും റെയിൽവേ, ദേശീയപാത വികസനവും മോദിക്കാലത്തിൻ്റെ സവിശേഷതകളായി വിലയിരുത്തപ്പെടുന്നു. AI സെമികണ്ടക്ടർ റേസിൽ നാം പിന്നിലായതാണ് സർക്കാരിനേറ്റ പ്രധാന തിരിച്ചടി. സമാധാനമില്ലാതെ വീണ്ടും പശ്ചിമേഷ്യ. US-ൻ്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ ഹോർമുസിൽ വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നാലെ ഇറാനിൽ US സേന വ്യാപകമായി വ്യോമാക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെ US നാവികസേന കപ്പൽ ഇറാൻ ആക്രമിച്ചു. സമാധാനം 3 ദിവസത്തിനകമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയെ താൽക്കാലികമായി അപ്രസക്തമാക്കുന്നതാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ. ഇന്നലെ മുതൽ താഴാൻ ആരംഭിച്ച ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നു തുടങ്ങി. ബ്രന്റ് ക്രൂഡ് വില 1.7% ഉയർന്ന് $92.96 US WTI ക്രൂഡ് വില 2% ഉയർന്ന് $90 സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ് ദൃശ്യമായി. അന്താരാഷ്ട്ര സ്വർണ്ണവില 2.68% ഇടിഞ്ഞ് $4147 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയിലെത്തി. പവന് 3,760 രൂപ കുറഞ്ഞ് 1,09,160 രൂപയാണ് ഇന്നത്തെ വില. ഇറാൻ വീണ്ടും സംഘർഷമുഖരിതമായതും പെട്രോളിയം വില ഉയരുന്നതുമാണ് സ്വർണ്ണത്തിനെ പിന്നോട്ടടിപ്പിക്കുന്നത്. ഓഹരി വിപണിയിലും ഇന്ന് സമ്മർദ്ദം ദൃശ്യമായിരുന്നു. 74,613 വരെ മുന്നേറിയ സെൻസെക്സ് പിന്നീട് 630 പോയിന്റ് ഇടിഞ്ഞ് 73,983 വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയും 23,425 വരെ മുന്നേറിയെങ്കിലും പിന്നീട് 23,214 ഇറങ്ങി വ്യാപാരം അവസാനിപ്പിച്ചു. FMCG ഓഹരികളും പ്രൈവറ്റ് ബാങ്ക് ഓഹരികളുമാണ് ഇന്ന് നേട്ടം നിലനിർത്തിയത്. ആക്സിസ്, കൊട്ടാക് മഹീന്ദ്ര, ICICI, HDFC ബാങ്ക് ഓഹരികൾ 1% മുന്നേറി.